ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റിൽ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് രാത്രിയിൽ എന്താണ് സ്പെഷ്യൽ? കൊഞ്ച് ഫ്രൈ. നമ്മൾ കൊഞ്ച് ഫ്രൈയും ചോറും പിന്നെ അതിൻ്റെ കൂടെ ഒരു മെഴുക്ക് പറ്റി അല്ലേ, മീൻകറി. അതെ, ഞങ്ങളിതെല്ലാം കൂടെ ചേർത്തിട്ട് നേരത്തെ നല്ലൊരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. കൊഞ്ച് ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു കലം ചോറ് കഴിക്കുന്നവരാര് കാണും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടണ്ട. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഓക്കെ, കം ഓൺ. നമ്മുടെ ചീനി ചട്ട് എന്താ ഇവിടെ കഴുകിയൊക്കെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് വന്നിട്ട് കണ്ട് ഇതാണ് നമ്മുടെ കൊഞ്ച്. ഇപ്പം പച്ച കൊഞ്ചാണ്, നമ്മളിത് വേവിക്കാൻ പോവുകയാണ്. കണ്ട, നല്ല അസലായിട്ടില്ലേ, നല്ല വലിയ കൊഞ്ചാണ്. എനിക്ക് കൊഞ്ച് നല്ല വലുത് ഫ്രൈ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് കൊഞ്ച് തീയൽ വെക്കാനായിട്ട് അമ്മ നല്ല സെറ്റായിട്ട് കൊഞ്ച് തീയൽ വെക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൊഞ്ച് തീയലിൻ്റെ വീഡിയോ വേണം, അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. അറിയാം. പിന്നെ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ എങ്ങനെ വെക്കുന്നുള്ള കാണിച്ചു തരാം. നമുക്ക് കൊഞ്ച് ഇതിലേക്ക് ഇടാൻ, അതെ തലയൊക്കെ വെച്ചിട്ട് കൊഞ്ച് വെക്കാൻ പോയാണ്. പിശുക്ക് കാണിക്കാതിരുന്നേ. ഈ അമ്മയ്ക്ക് തീയൽ വെക്കണമെന്ന് പ്ലാൻ വന്നു കഴിഞ്ഞുണ്ടല്ലോ, അമ്മച്ചി പിന്നെ അതിനുള്ളതെല്ലാം കുറേശ്ശെ മാറ്റി നോക്കും. എനിക്ക് കൂടുതൽ കൊഞ്ച്, നിങ്ങൾക്ക് അമ്മയ്ക്ക് മോനും ഓരോ കൊഞ്ചേ. വെള്ളമൊക്കെ ഒഴിച്ച് പക്ഷെ മഞ്ഞപ്പൊടിയും കൂടെ വേണ്ടേ? വയറിന് അസുഖം അതുകൊണ്ട് നമ്മളൊന്ന് വേവിക്കുന്നു. ഫ്രൈക്ക് അത്യാവശ്യം വേവുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി വീഴുന്നുണ്ടല്ലോ, അത് മതി. ഓക്കെ, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിലർ ഡയറക്റ്റായിട്ടൊക്കെ കൊഞ്ച് ഫ്രൈ ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളിത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഇനി നമുക്കിത് അടുപ്പേ കൊണ്ടുവെക്കാം. ഇപ്പം ഗൈസ് നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പോവാണ്. വെച്ചോളൂ. അത് വേണ്ട, നമ്മുടെ കൊഞ്ചടുപ്പിലായി. ഇനി ഇത് വേവട്ടെ. ഇവിടെ ഒരാളൂടെ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവരെയും ഞങ്ങൾ ഓടിച്ചു. കാരണം ഇവിടെ വന്നിട്ട് സാധനങ്ങൾ തട്ടിയിടാൻ നോക്കിയോണ്ട് ഞങ്ങൾ ബാക്കി എല്ലാവരെയും പറഞ്ഞു വിട്ടു. പക്ഷെ ഇവൻ അദ്ദേഹം അടങ്ങിക്കിടന്നോളുക. അയ്യോ എന്തിടാ ഇത്, അവന് ഭയങ്കര പേടി. ഇവൻ്റെ അമ്മയുടെ സ്വഭാവം കേട്ടോ. ഇവള് ഇതുപോലെ ആയിരുന്നു. വിട്ടു. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോ ഒരു പോക്കുണ്ട് കണ്ടാ. ഇവിടെ ഒരു മാറ്റ് ഉണ്ട്. അപ്പൊ ഈ മാറ്റിൽ വന്നിട്ട് എല്ലാരും ഒരു ഇരുത്തി. നമ്മുടെ പുറത്തൊക്കെ പൂച്ചയൊക്കെ മഞ്ഞ പൂച്ചകളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് ഇവരെ ഞങ്ങൾ ഇവിടെ ഇടുന്നത്. അവർക്കും അറിയാം, അവർക്ക് എന്തെങ്കിലും പുറത്തിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡേഞ്ചറായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങ് കയറി വരും. അകത്ത് കയറി വന്നിട്ട് ഈ ഒരു പ്ലേസിൽ എല്ലാവരും കൂടെ അങ്ങ് ഇരിക്കും. ഇവിടെ നമ്മുടെ പഴയ കുപ്പിയും പാട്ടുകളും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇവിടെ ചെറിയ കുഞ്ഞ് മാറ്റിയത് അമ്മ എടുത്ത് മാറ്റിയിട്ടില്ല അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനവിടെ ഒന്ന് കിടന്നുറങ്ങും. ഞങ്ങൾ പുതിയ സിൽവർ മാലയൊക്കെ ഇട്ട് കണ്ട. ഇല്ലില്ല, അത് അവന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. സിൽവർ മാലയൊക്കെ ഇട്ട് ഞങ്ങൾ ചുന്നിരിയ. ഒരു ഗേൾഫ്രണ്ടൊക്കെ ഉണ്ട് കേട്ടോ അയാൾക്ക്. പുതിയ ഗേൾഫ്രണ്ടൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലെന്നാണ് വിചാരം. ചുറ്റിക്കളി ലൈറ്റ് കണ്ടടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ലൈറ്റ് ഒന്ന് ഓഫാക്കി കൊടുക്കട്ടെ, പാവല്ലേ. ഓക്കെ, ലൈറ്റ് അടച്ചാൽ പിന്നെ അവനെ കാണാനില്ല. ഓക്കേ, അമ്മ എന്തെടുക്കാ? കൊഞ്ച് ഫ്രൈ വെക്കുവാന്നൂടാ ഉണ്ടാക്കണ. അയ്യോ ഓക്കെ, എന്നാൽ അവനവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഡിസ്റ്റർബ് ചെയ്യണ്ട. നമ്മളിവിടെ ഉണ്ട് പാഷൻ ഫ്രൂട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വെളിയിൽ കുറേ ഉണ്ടായിരുന്നു. എന്നിട്ട് കുറേയൊക്കെ എവിടെയൊക്കെ ആണെന്നൊന്നും കാണാനൊന്നുമില്ല. കുറേയൊക്കെ പഴുത്തിട്ട് വീണുപോയി.
ഇവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 എണ്ണം ഇവിടെ ഉണ്ട്. അതാ വരുന്നു ഗായ്സ്. കണ്ടോ ഇവർ അടങ്ങി കിടക്കാത്തതുകൊണ്ട് ഇവരെ തൽക്കാലം വെളി ഇത് കണ്ട 2 എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി. ഞങ്ങൾ ശ്രദ്ധിക്കാനിട്ട്. ഓഹമേ ഈ ചെലന്തി എന്താ 2 പ്രാവശ്യം ഫ്രൂട്ട് പഴുക്കട്ടെ, നമുക്ക് പഴുത്തിട്ടെടുക്കാം. പിന്നെയും ഉണ്ട് ഇവിടെ കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ടോപ്പിലൊക്കെ കണ്ടു അങ്ങോട്ട് പടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇവിടെയോ വേറെ ഏതാണ്ടൊക്കെ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നാണ്. ഇതാണ് വേറെ 2 പാഷൻ ഫ്രൂട്ട്. വേണ്ട ഗൈസ്, ടോം ഇങ്ങ് പുറത്ത് വന്നു. ടോമും പാത്തും അവിടെ വിസ്കി ഇവരെല്ലാം ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. വിസ്കി എവിടെ പോയി? വിസ്കി അകത്തോട്ട് പോയി. നമ്മളിവിടെ ഫുള്ള് ഗാർഡനായിരുന്നു. ഫുള്ള് ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തരം വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. ഇതെല്ലാം ഇപ്പം കുറേയൊക്കെ പോയി. കുറേയൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാണ്ടായപ്പോഴത്തേക്കും കുറേയൊക്കെ പോയി ചെടികളൊക്കെ. ഇതിലും വൈറ്റിൽ നല്ലൊരു പിങ്കും വൈറ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ്. കുറേ ഉണ്ടായിരുന്നു. എല്ലാം എവിടെയൊക്കെ പോയെന്നറിയില്ല. പിന്നെ അതാണ്ട് ഈ ഒരു മഞ്ഞച്ചെടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ പാഷൻ ഫ്രൂട്ട് കൂടി ഇതിനകത്തോട്ട് കയറി പടരുന്നുണ്ടാണ്ട് ഇത് ഭയങ്കരമായിട്ട് ഉണ്ടോ. അതിനിപ്പോൾ നമുക്ക് നമ്മളൊരു കയറ് വെച്ചിട്ട് നമുക്കിത് പൊക്കി കെട്ടണം. ഇത് ചാഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പടർത്തിയിടുന്നത്. പക്ഷേ ഞങ്ങൾ പടർത്തിയിടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വന്നിട്ട് കുറച്ചുകൂടെ കാരണം നമുക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു ടൈം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി കുറേശ്ശെ ചെയ്യണം. കുറച്ച് ചെടികളൊക്കെ നടാനുണ്ട്. കണ്ട ഇത് നമ്മൾ വീടിൻ്റെ അവിടെ അങ്ങോട്ടേക്ക് പടർത്തി വിട്ടുകൊണ്ടോ പാഷൻ ഫ്രൂട്ട് കയറി പോകുന്നുണ്ടോ. വലിയൊരു ശല്യമില്ല ഈ ചെടിയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വീണ് കിടന്നാൽ നമുക്ക് ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ടൊക്കെ പറിക്കുന്നത്. അതാ ഇവിടെയുണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കണ്ടില്ല. അതിൻ്റെ 2 എണ്ണം ഉണ്ട്. മൊത്തം നമുക്ക് ഇത്രയും പാഷൻ ഫ്രൂട്ട് അതാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്തുനിന്ന് ഒരെണ്ണം പറിച്ച് നോക്കാം. ഇത് പഴുത്തതാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരെണ്ണം പറിച്ചത് വെച്ച് അത്യാവശ്യം വലുതാണ്. നോക്കാം. ഗോഡ് പേടിച്ചു പോയി. സോ ഇതാണ് നമ്മുടെ ഒരു വലിയൊരു വണ്ടി. ഇത്രയും നല്ല മുട്ടനാണ്, നല്ല സൈസാണ്. അത്യാവശ്യം ഉണ്ട്. നിങ്ങൾക്കറിയാം എൻ്റെ കൈ തന്നെ കവർ ചെയ്യുന്നുണ്ട്. നമുക്കിത് പഴുത്തിട്ടുണ്ടോ നോക്കാം. എന്തായാലും കൊഞ്ച് ഫ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. വേണമെങ്കിൽ നമുക്കിതൊന്ന് ചെയ്തിട്ട് നോക്കാം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. പഴുത്തിട്ടുണ്ടേ കഴിക്കാം. വേണ്ടേ പാഷൻ ഫ്രൂട്ട് ഇത് പഴുത്തെന്ന് തോന്നുന്നു. ഒന്ന് കണ്ടിച്ച് നോക്കി. ഇത് പഴുത്ത് കാണുന്നോ വലിയ. ഇത് റെഡ് കളറാണോ? ഞങ്ങളുടെ അതിനകത്ത് മിക്സ്ഡ് ആണ്. റെഡും ഉണ്ട്, മഞ്ഞ പാഷൻ ഫ്രൂട്ടും ഉണ്ട്. കഴുകിയിട്ടില്ല. നമുക്കൊന്ന് കട്ട് ചെയ്യുന്നത് അങ്ങനല്ല കട്ട് ചെയ്യുന്നേ. ഞാൻ പറഞ്ഞില്ലേ വലിപ്പം ഉണ്ടെന്ന് വെറുതെ ഇല്ല ഞാൻ അമ്മയാ പറഞ്ഞത് പഴുത്തതായിരിക്കും. ഒരു പ്രാവശ്യം വിട്ട് ഞാൻ വെറുതെ പോട്ടെ, ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും കളിക്കും. വയസ്സാണ്ട് അമ്മ അപ്പം കൊഞ്ചിനുള്ള സവോളയും പച്ചമുളകും തക്കാളിക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ വെക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ വൈകിയ സമയമില്ല, വൈകിയ രാത്രി. അതാണ് ക്ഷീണം ചെയ്യാൻ. അതുകൊണ്ട് കൊച്ചുള്ളി ഇല്ല. നമ്മുടെ കിറ്റി വന്നിട്ടുണ്ട്. കിറ്റി മുറി കയറിയിട്ട് ഞങ്ങൾ വഴക്ക് പറഞ്ഞുണ്ട്. കിറ്റീനെ വഴക്ക് പറഞ്ഞമ്മ. കിറ്റി കുഞ്ഞുങ്ങളെന്തേ നോട്ടകത്തോട്ട് കൊഞ്ചാട് കണ്ടോണ്ടിരിക്കുന്നു. കുഞ്ച് വെന്തു. നമ്മുടെ കുഞ്ച് വെന്തു. നമുക്ക് അടുത്ത് നമ്മുടെ സവോളയും അതിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം ഷടപടേ ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല. റൈസ് എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെ.
മഞ്ഞപ്പൊടി ലേശം മഞ്ഞൾ. എന്നിട്ട് സ്പൂണാ കഴിയുന്നത്. അപ്പുറം തിരിച്ച് എടുക്കുന്ന സ്പൂണിലാണ്. വായിക്കകത്തോട്ടാണ്ട് ഈ വാല് കിട്ടിയ ഈ വാല് കണ്ടിക്കട്ടെടി. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താ ആ വാതില് തുറന്നിട്ട് എങ്ങോട്ട് പോവാനാ? എങ്ങോട്ട് പോവാനാ? നിന്റെ പിള്ളേരെ അവിടെ ഒന്നും വെക്കാൻ. അത്യാവശ്യം നല്ലൊരു റൂമിലാണ് ഗൈസ് ഇവളെ കിടത്തിയിരിക്കുന്നത്. അവൾക്ക് അപ്പം എന്നിട്ട് അവൾക്ക് അതിനകത്തോട്ട് പോകണം. ഉണ്ടാ ഇന്നലെ അമ്മ ഇവിടെ കുറെ പ്ലാസ്റ്റിക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ആക്രിക്കെല്ലാം കൊടുത്തു വേണ്ടി ഇവിടെ ഇങ്ങനെ നിട്ട്. അപ്പം അവിടെ സ്പേസ് ഉണ്ടപ്പോഴത്തേക്ക് ഇപ്പം അവിടെ കൊണ്ട് കുഞ്ഞുങ്ങളെ വെക്കണം. അഹങ്കാരമെന്നേ ഞാൻ പറയത്തുള്ളൂ. ധിക്കാരികളാ. അല്ലെങ്കിൽ നല്ലൊരു സ്പേസ് ഇട്ട് അഹങ്കാരം വലിയ സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ. ഇവിടെ ഓടി നീ. എന്ത് ഇത്ര മണപ്പിക്കാൻ? എന്താ ചിക്കൻ 65 വിളമ്പിയോ? ഇത്രയും വഴണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു പൂർണ്ണമായിട്ടൊരു വഴണ്ട് രൂപത്തിലൊക്കെ ആയിട്ട് മസാല ഇടണം. ഞങ്ങൾ ഉള്ളി വരണ്ട് വന്നിട്ടുണ്ട്. മുളക് പൊടി ഇടുവേ. ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് വേണമെന്ന് പറയാം. ഞങ്ങൾ പാണ്ടിമുളക് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിതിലോട്ട് മുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. ചിലർ മല്ലിപ്പൊടിയും ഈ പെഞ്ചീരമൊക്കെ ചേർക്കുവേ. ഞാൻ പക്ഷേ പെഞ്ചീരമൊന്നും ചേർക്കത്തില്ല. കാരണം പെഞ്ചീരം ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാവും. ഇതിപ്പോൾ മുളക് പൊടി മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊഞ്ചിൻ്റെ തിക്കയുള്ള നല്ല സ്വാദ് കിട്ടും കൊഞ്ച് ഫ്രൈക്ക്. അതായത് നല്ലത്. പിന്നെ അതത്ര ഇഷ്ടം. നമ്മൾ എരിവ് കൂടുതൽ വന്നുകൊണ്ട് പിന്നെയും പുറത്തു. മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല മൂത്ത് ഇങ്ങനത്തെ നമ്മുടെ കൊഞ്ചിതാ വേവിച്ച് വെച്ചേക്കുന്ന കൊഞ്ച് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അമ്മ നമുക്ക് ഞണ്ട് മേടിച്ചാൽ അമ്മേ നമ്മൾ എന്നാ അമ്മ ഞണ്ടേറി വെക്കുന്നേ? അടുത്ത വർഷം എന്തുവാണ് ഞണ്ട് കറി വെക്കണം. ഇനി അടുത്ത് ഞങ്ങൾ ഞണ്ടിന്റെ വീഡിയോ കാണിക്കാതെ. ഉടനെ ഇല്ല. എന്തുവാ അമ്മ? ഞാൻ വീഡിയോ എടുത്ത് തരത്തില്ലല്ലോ. നല്ല അടിപൊളി കൊഞ്ച് ഫ്രൈ. ഈ കൊഞ്ചും അതോടൊന്ന് സെറ്റ് ആകുമ്പോൾ അരപ്പിനകത്തിട്ട് കൊഞ്ചിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഇറങ്ങും. അപ്പം നമ്മുടെ കൊഞ്ച് ഫ്രൈ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂട്ടി ചോറ് കഴിക്കാം. നമുക്ക് ചോറ് വരുന്ന കൊഞ്ച് കഴിക്കാം. ചൂട ഉണ്ട്. അങ്ങനെ അപ്പം നമുക്ക് ഇതേപോലെ നമ്മുടെ കൊഞ്ചിൻ്റെ വീഡിയോ അല്ലേ അമ്മ? അപ്പം ഞങ്ങൾ ഇതായിട്ട് പോയി ചോറൊക്കെ ഉണ്ണട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് നൈറ്റ് വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാൻ വന്നതാണോ? എല്ലാവരും വീഡിയോ കാണുക. തന്നെ ഞാനും പറഞ്ഞേ. അപ്പൊ ഗായ്സ് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. ഒരു ബായ് പറഞ്ഞിട്ടോ. മൂഡ് കാണിക്കാനല്ലോ, ബായ് പറഞ്ഞിട്ടോ. സോ കിറ്റിയുടെ പ്രയത്നം ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി. ബൈ.